സഞ്ജു ഇല്ലാത്തതിന്റെ എല്ലാ കുറവും ഈ ഒരു ടീമിൽ കാണുന്നുണ്ട്, രാജസ്ഥാൻ റോയൽസിൽ കാണുന്നുണ്ട്. ഒരു പക്ഷേ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്ര ഈ ഒരു ടോട്ടലിലേക്ക് ക്യാപ്റ്റൻസിയിലാവട്ടെ പരാഗിനാവട്ടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ക്യാപ്റ്റൻസിൽ അദ്ദേഹം ബൗളർമാരെ യൂസ് ചെയ്യുന്ന രീതിയും അതുപോലെ അദ്ദേഹത്തിന്റെ ഫീൽഡ് പ്ലേസ്മെന്റ് ഒക്കെ വളരെ പുവറായിരുന്നു. അത് പല സമയത്തും കമന്റേറ്റർമാരായിട്ടുള്ള സുനിൽ ഗവാസ്കറും അതുപോലെ രവി ശാസ്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സഞ്ജു ഇല്ലാത്തതിന് ഒരു വലിയ തിരിച്ചടിയാണ്, അദ്ദേഹം ഫീൽഡിൽ ഇല്ലാത്തത് ഒരു വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യമൊക്കെ മത്സരത്തിനിടയിൽ കാണാൻ സാധിക്കും. പരാഗിന്റെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, കാരണം വളരെ ഇൻഎക്സ്പീരിയൻസ് ക്യാപ്റ്റനാണ്. ഇതിനു മുമ്പ് അത്ര ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് വലിയ പരിചയമൊന്നുമില്ല. ആസാമില് അതിനു വേണ്ടി ഒരു ക്യാപ്റ്റൻസി പരിചയം മാത്രമല്ല, അത് IPL പോലത്തെ വലിയ ലീഗുകളിലൊന്നും പരാഗിന് അത്ര ക്യാപ്റ്റൻസി ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. സഞ്ജു സാംസന് പരിക്കിനെ തുടർന്നാണ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാതെ പോകുന്നത്. ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. ഇപ്പം അദ്ദേഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ പല സമയത്ത് വിക്കറ്റ് പോയ സമയത്ത്, എസ്പെഷ്യലി ഈ ഒരു സീസണിൽ തന്നെ GTക്കെതിരെയുള്ള മത്സരം, ഇതുപോലത്തെ ഒരു അവസരം ടോപ്പ് ഓർഡർ തകർന്ന സമയത്ത് അദ്ദേഹം ഒരു മികച്ച പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി അദ്ദേഹം കുറച്ച് രീതിയിൽ ഇത്ര ഒരു വലിയ തോൽവിയൊന്നും അദ്ദേഹം ഉണ്ടെങ്കിൽ ഏറ്റുവാങ്ങാൻ സാധ്യതയില്ല രാജസ്ഥാൻ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഇന്നത്തെ മത്സരത്തിൽ ആർക്കും കൊണ്ടുപോകാൻ സാധിച്ചു. കാരണം ടോപ്പ് ഓർഡർ തകർന്ന സമയത്ത് ഇപ്പം ജയ്സ്വാളും സൂര്യവംശി പുറത്തായ ശേഷം ഈവൻ പരാഗിന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സഞ്ജുവിന്റെ കുറവ് സഞ്ജു ഇല്ലാത്തത് ഒരു വല്ലാത്തൊരു തിരിച്ചടി തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്. ഈ ഒരു സീസൺ മൊത്തം സഞ്ജു സാംസണിന് പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് മത്സരങ്ങൾ നഷ്ടമാകുന്നത് കാണാൻ സാധിച്ചു. ഏതായാലും ഇത് എത്ര പേര് അംഗീകരിക്കില്ല എന്നുള്ളത് നമ്മുടെ വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഇനി എത്ര മത്സരങ്ങൾ അദ്ദേഹം പുറത്തിരിക്കുകയാണ്. ചിലപ്പം എനിക്ക് തോന്നുന്നു അവസാനത്തെ കളി ചിലപ്പോൾ കളിച്ചിടായില്ല. അല്ലാതെ ഇനി ചിലപ്പോൾ അടുത്ത മത്സരം അദ്ദേഹം പുറത്തിരിക്കാൻ സാധ്യത തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കുന്നില്ല, അദ്ദേഹം ഫുൾ റിക്കവറി ആയിട്ട് കളിപ്പിക്കും എന്നുള്ള കാര്യമൊക്കെ രാഹുൽ ദ്രാവിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിൽ ഇല്ലാത്തത് ഒരു വലിയ തിരിച്ചടിയായി. ഈ തോൽവിക്ക് കാരണത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം സഞ്ജു കളിച്ചിട്ടില്ല. അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ആരെന്ത് പറഞ്ഞാലും അത് വലിയൊരു തിരിച്ചടി തന്നെ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.